വർഷം പ്രോഡക്റ്റ് വാറണ്ടി. ഇത് മോഷൻ സെൻസർ ആണ്. ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നാമത്തെ സ്പീഡ് ഹലോ, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗും ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നതാ ഹോസ്പിറ്റലിൽ പോവുകയാണ്. രാവിലെ ശ്രീമോൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അന്ന് അഡ്മിറ്റായ സമയത്ത് 10 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോവുകയാണ്. നമ്മൾ ഗൈനക്കിൻ്റെ ഡോക്ടറെ അല്ല കേട്ടോ കാണിക്കുന്നത്, ചെസ്റ്റിൻ്റെ ഡോക്ടറെയാണ്. അപ്പോൾ മുടിയൊക്കെ കെട്ടിയതാ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കെട്ടിയത്. അപ്പോൾ അതൊന്ന് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്കട്ടോ. അപ്പോൾ അങ്ങനെ ബാഗിൽ വെള്ളം എടുത്ത് വെച്ച് ഇനിയിപ്പോൾ വെള്ളം എന്തായാലും വേണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഈ തിരക്കിൽ പോവുക അല്ലെങ്കിൽ ഇടയ്ക്ക് ദാഹിക്കുക ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം എപ്പോഴും ഞാൻ ബാഗിൽ കൊണ്ട് വെക്കും. വലിയൊരു ബാഗ് അതിനായിട്ട് തന്നെ ഉണ്ട്, നല്ല വെക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഫയലൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകും. അവിടെ നിന്ന് ഓട്ടോയിലാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വണ്ടിയൊന്നും എടുക്കാറുമില്ല. അതുകൊണ്ട് ഓട്ടോയിൽ പോകും, ഞാനും അച്ഛനും കൂടി. അങ്ങനെ ഏതായാലും ഇനിയിപ്പോൾ ഇതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തിച്ച് വീടൊക്കെ പൂട്ടി. അപ്പം അച്ഛതാ ഇവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. രാവിലെ ഒരു തവണ വായിച്ചതാണ്, എന്നാലും മൂപ്പർക്ക് വീണ്ടും വീണ്ടും വായിച്ചില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയ സമയത്ത് അച്ഛനോട് ഞാൻ പറഞ്ഞു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ഇറങ്ങാനൊന്നും കഴിയില്ല. ക്യാൻറ്റീനിലാണെങ്കിൽ കുറേ ബാക്കിലേക്കൊക്കെ പോകണം. അങ്ങനെ ഞാനും അച്ഛനും ഒരു ചായയും വടിയൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റൽ. അപ്പം കോഴിക്കോടുള്ളവർക്കൊക്കെ അറിയാൻ മതിയാവുമല്ലോ. അപ്പോൾ അവിടെയാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല തിരക്കാണ്. ഡോക്ടർ വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ടോക്കൺ നമ്പർ നമ്മളത് 14 അപ്പോൾ ഡോക്ടർ ഒരു 9 ആയപ്പം ഡോക്ടർ പോയിട്ടോ, ആർക്കോ സീരിയസ് ആയിട്ട്. പിന്നെ ഡോക്ടർ വന്നത് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. വല്ലാത്തൊരു ദിവസമായിപ്പോയി. കാരണം അത്രയും നേരം അവിടെ ഇരുന്ന് കുറേ നടന്ന് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ വന്നതിൻ്റെ ശേഷം കുഴപ്പമൊന്നുമില്ല, ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനും അച്ഛനും പിന്നെ നമ്മുടെ നടക്കാവുള്ള മേഫ്ലവറിൽ കയറി വരുന്ന വഴിക്ക് പിന്നെ ഭയങ്കര വിശപ്പ്. കാരണം 4 മണിക്കൂർ നമ്മളവിടെ നിന്നില്ലേ. ചായ കുടിച്ചിട്ട് കയറിയത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ അത്രയും സമയം അവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് പിന്നെ ക്യാൻറ്റീനിലേക്ക് താഴേക്ക് ഇറങ്ങണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ചായയൊക്കെ കുടിച്ചിട്ട് കയറിയത്. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഫ്രൈഡ് റൈസും, അച്ഛൻ പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ, ചായയും പൊറാട്ടയാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ വരുന്ന വഴിക്ക് നന്ദലത്തിൽ കയറി. ഇനിയിപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും ഒക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം നോക്കി വെച്ചിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ വിഷു വരികയാണല്ലോ, അപ്പോൾ അതിനായിട്ട് അടുത്ത മാസമൊക്കെ ഓഫർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്മാർട്ട് ടി വിയും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന വഴിക്കൊന്ന് വെറുതെ കയറിയതാണ്. അപ്പോൾ അവർ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. പിന്നെ ഒരു 500 രൂപ അവിടെ അടച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓഫറിൽ എത്രയോ കുറച്ചിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങുന്നത് ഓട്ടോമാറ്റിക് അല്ല കേട്ടോ. കാരണം അത് പെട്ടെന്ന് ചീത്തയാവുമെന്ന് യൂസ് ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത്. പിന്നെ ചീത്തയായിട്ടുണ്ടെങ്കിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പൈസയാവുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും സെമി തന്നെയാണ്. അപ്പോൾ സെമി തന്നെയാണ് ഞാൻ വാങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കിച്ചണിലേക്ക് പിന്നെ ഹോബും ചിമ്മിണിയൊക്കെ നോക്കുന്നുണ്ട്. ഇതിപ്പം എടുക്കുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അടുപ്പ് എന്തായാലും വാങ്ങണം. ഏതിപ്പോൾ ഇങ്ങനത്തെ അടുപ്പാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ ആണോ വാങ്ങാമെന്നൊന്നും അറിയില്ല. മറ്റേതാണെങ്കിൽ കുറേ കാലം നിൽക്കും. ഇതൊക്കെ പെട്ടെന്ന് ചീത്തയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ സെയിൽസ്മാൻ നമുക്ക് ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ചിമ്മിണീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിമ്മിണി വേണമെന്നാണ്
അപ്പോൾ ഞാൻ ഒന്നുകിൽ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ വാങ്ങുള്ളൂ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ വാങ്ങി ഫിറ്റ് ചെയ്യും കേട്ടോ. കാരണം നമുക്കത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ മെയിനായിട്ടൊക്കെ വേണ്ടത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇതൊക്കെ റേറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, മിക്സി, കാസറോള്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വെച്ച് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബൗളുകളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ 200 സംതിങ് ഉള്ളൂ കേട്ടോ റേറ്റ്. അപ്പം ഇപ്പോൾ ഒന്നും എടുത്താൽ ശരിയാവില്ലല്ലോ, നമ്മളങ്ങോട്ട് മാറിയതിൻ്റെ ശേഷമേ ഉള്ളൂ എല്ലാം വാങ്ങാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ പല കളറുണ്ട്, ഓറഞ്ച്, നീല, പച്ച, അങ്ങനെ പല കളറുണ്ട്. അപ്പോൾ ഈ കുറച്ച് വലുതിനൊക്കെ ഒരു 300 സംതിങ് അങ്ങനത്തെ ആ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിൻ്റെ സ്പൂണുകൾ പല കളറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ഇഷ്ടപ്പെട്ട്. പിന്നെ ഹൗസ് വാമിങ്ങിന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരുമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ കാസറോൾ ഒരുപാടുണ്ട്. കാസറോളൊക്കെ റേറ്റ് കുറവുണ്ട്. 500 രൂപേൻ്റെ കാസറോളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഒരു 500 രൂപ അടച്ചിട്ടിട്ട് പോന്നിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും അച്ഛനും അവിടെ നിന്ന് ഓട്ടോ കയറി നേരെ ശ്രീമോളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ, കുഞ്ഞു വ്ളോഗാണ്. അടുത്ത വീഡിയോ കാണാം.